ഈ 3 തുറപ്പയും കൊണ്ട് ഞാൻ വന്നത് പെട്ടെന്നൊരു പണി തീർത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്ന് തീരണ പണിയല്ല, ഒരു 8ന്റെ പണിയാണെന്ന്. ദേ ഇപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ഷീറ്റ് ഇട്ടത്. അപ്പോൾ മൊത്തം സിമൻറ്റ് പൊടിയും പ്ലാവിലയും അങ്ങനെ ചപ്പും ചവറും പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് കവറും അങ്ങനെയായിട്ട് ഫുൾ കമ്പി എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി മാറ്റാം. ഈ ഫുള്ള് വേസ്റ്റും തൂത്ത് ഈ ബാത്റൂമിൻ്റെ മുകളിലോട്ടുള്ള വഴിയിലോട്ട് തള്ളിയിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് തൂത്ത് മുറ്റത്തോട്ട് ഇടണം. അതായിരുന്നു ടാസ്ക്. പക്ഷേ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ പറ്റുന്ന കുറച്ച് വേസ്റ്റുകളും എല്ലാം എടുത്ത് മാറ്റി പിന്നെ ഇത്ര ഭാഗം തൂത്തിട്ട് ആ തൂത്ത സിമൻറ്റ് പൊടി മൊത്തം തറയിലോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലീൻ ചെയ്ത്. ഈ കിടക്കുന്ന ഫുൾ ഇങ്ങേറ്റത്ത് നിന്ന് അങ്ങേറ്റം വരെ സിമൻറ്റ് പൊടിയാണ്. ഇത് തൂക്കുമ്പോൾ ഇതുപോലെയാണ്, ഭയങ്കരമായിട്ട് പുക പോലെ പൊടി പടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ പുകയുടെ വീഡിയോ എടുത്തത് എൻ്റെ മോനാണ്, അതാണ് എൻ്റെ ക്യാമറമാൻ. പിന്നെ അത് കഴിഞ്ഞ് തളർന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുള്ളായില്ല, അവിടെ കിടന്നൊരു കമ്പി എടുത്ത് വെച്ചിട്ട് അത് കയറുന്ന ആടെയാണ് ഞങ്ങൾ. അപ്പോൾ ഇതിലിഞ്ഞ് ഫ്ലൈവുട്ടും ബെഡും കൂടി ഇടാറുണ്ട്. അപ്പോൾ തൂത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇന്ന് ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ചേട്ടൻ മോള് കരഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ മതിയാക്കി വെച്ചിട്ട് താഴോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ബാക്കി മതിയാക്കി വെച്ചിരുന്ന ഭാഗവും കൂടി ഒന്ന് തൂത്ത അത്രയും സ്ഥലം കംപ്ലീറ്റ് ആക്കി. ഇനി ഫുള്ള് ഈ ഭാഗം മൊത്തം കംപ്ലീറ്റ് ആക്കാറുണ്ട്. അപ്പോൾ അവിടെ മൊത്തം സിമൻറ്റ് പൊടിയാണ്, ഇതിൻ്റെ ഇരട്ടിയാണ് അവിടെ. അപ്പോൾ കുറേശ്ശെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ ഇനി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബെഡും കൂടി ഇട്ടിട്ട് ഊഞ്ഞാൽ ഫുള്ളൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര തന്നെ തൂത്ത് കയറുന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പരിപാടി വിയർത്ത്, ഷീറ്റിൻ്റെ ചൂടും എല്ലാം കൊണ്ട് വിയർത്ത് പൊടിയെല്ലാം അടിച്ചൊരു